ആപ്പിൾ അവരുടെ ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയ iOS 17.2 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തായിരുന്നു. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഫീച്ചർ എന്ന് പറയുന്നത് സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് നമുക്കിപ്പോൾ ഐഫോൺസിൽ ഇനേബിൾ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇനേബിൾ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്ന് ക്യാമറ സെലക്ട് ചെയ്യുക. ക്യാമറ സെലക്ട് ചെയ്ത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഫോർമാറ്റ് നമ്പർ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും, അത് സെലക്ട് ചെയ്യുക. താഴേക്ക് വന്നതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സ്പേഷ്യൽ വീഡിയോ ഫോർ ആപ്പിൾ വിഷൻ പ്രോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്യുക. അപ്പോൾ ഇത് ഇനേബിൾ ചെയ്യുന്നതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നിങ്ങൾ ഫ്യൂച്ചറിൽ ആ ഒരു വിഷൻ പ്രോ എന്ന് പറഞ്ഞ ഹെഡ്സെറ്റ് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തരത്തിൽ വീഡിയോസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വിഷൻ പ്രോ ഹെഡ്സെറ്റിൽ ഒരു 3D എഫക്റ്റിൽ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഫുള്ള് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ എങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റുമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ ക്യാമറ ആപ്പ് ഓപ്പൺ ആക്കുക, ആക്കിയിട്ട് ജസ്റ്റ് വീഡിയോ സെലക്ട് ചെയ്യുക. വീഡിയോ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ താഴേക്ക് ഒന്ന് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ഹെഡ്സെറ്റിൻ്റെ ഐക്കൺ നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്പേഷ്യൽ വീഡിയോ റെക്കോർഡിംഗ് നിങ്ങളുടെ ഫോണിൽ ഇനേബിൾ ആയിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ നേരെ തിരിച്ചത് പോർട്രേറ്റ് ഓറിയൻറ്റേഷനിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും റൊട്ടേറ്റ് ഫോൺ ടു ലാൻഡ്സ്കേപ്പ് എന്ന് പറഞ്ഞൊരു ടോഗിൾ നമുക്കിവിടെ കാണിക്കുന്നിരിക്കും. അതായത് നമ്മൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു സ്പേഷ്യൽ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമ്മൾ ഈ ഒരു പോർട്രേറ്റ് രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പേഷ്യൽ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സ്പേഷ്യൽ വീഡിയോ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ വെച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത്. അടുത്ത ഫീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സിലാണ്. അതായത് ഏതൊരു ആപ്പിന് വേണ്ടി നമുക്കൊരു ഡിഫോൾട്ട് റിംഗ് ടോൺ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. റിംഗ് ടോൺ ആയാലും നമുക്ക് നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയാലും ഒരു ഡിഫോൾട്ടായിട്ടൊരു ടോൺ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെ എടുക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, സൗണ്ട്സ് ആൻഡ് ഹാപ്റ്റിക്സ് സെലക്ട് ചെയ്യുക. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടും ഡിഫോൾട്ട് അലേർട്ട്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന റിംഗ് ടോൺസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. ഇവിടെ തന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കസ്റ്റമായിട്ട് ഏതെങ്കിലുമൊക്കെ റിംഗ് ടോൺസ് നിങ്ങൾ ഫോണിൽ നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ താഴെ കാണിക്കുന്നിരിക്കും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചില നോട്ടിഫിക്കേഷൻ സൗണ്ട്സ് കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് റിംഗ് ടോൺസ്, അതായത് ഇപ്പം നിങ്ങളിൽ കോളിംഗ് ആപ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പം നമ്മൾ ഈ നാട്ടിലൊക്കെ വിളിക്കാൻ യൂസ് ചെയ്യുന്ന ഇൻ്റർനെറ്റ് കോളിംഗ് ഒക്കെ യൂസ് ചെയ്യുന്ന ആപ്പൊക്കെ ഉണ്ടെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഡിഫോൾട്ട് റിംഗ് ടോൺസ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു ഫീച്ചറാണ്. ഒത്തിരി കാലമായിട്ട് ആൾക്കാർ ആഗ്രഹിച്ചിരുന്നൊരു ഫീച്ചറാണ്. അതായത് ഇപ്പം ഏതൊക്കെ കോളിംഗ് ആപ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഒരു ഡിഫോൾട്ട് റിംഗ് ടോൺ ആയിരിക്കും നമുക്ക് എപ്പോഴും കേൾക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് ഇനി മുതൽ നമുക്ക് ഇഷ്ടമുള്ള റിംഗ് ടോൺസ് നമുക്ക് ഇനി നമ്മുടെ ഫോണിൽ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റുന്നതാണ്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ ഇപ്പം നമുക്ക് എമർജൻസി അലേർട്ട്സ് നമുക്ക് എപ്പോഴും വരാറുണ്ട്. അതിപ്പം ഒത്തിരി മഴയൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുള്ള സമയത്ത് നമുക്ക് ഗവൺമെൻറ് നമ്മുടെ ഫോണിലേക്ക് ഒരു എമർജൻസി അലേർട്ട് അയക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഈ ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ നമുക്ക് ഈ ഒരു അലേർട്ടിന് നമുക്കൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മുടെ കറണ്ട് ലൊക്കേഷൻ അനുസരിച്ച് നമുക്ക് ആ ഒരു അലേർട്ട് വരുന്നതിൻ്റെ ടൈമും ആക്യുറസിയും കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൂടെ നമ്മുടെ ഫോണിൽ ഇപ്പം പുതിയ അപ്ഡേറ്റിലൂടെ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ചില രാജ്യങ്ങളിൽ മാത്രമേ ഇപ്പോൾ കറൻറ്റ്ലി അവൈലബിൾ ആയിട്ടുള്ളൂ. ഇപ്പോൾ ഞാൻ യു എയിലാണ്. യു എയിൽ ഈ ഒരു ഓപ്ഷനുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ എനിക്ക് കാണിക്കുന്നില്ല. ഇത് എടുക്കാനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുത്ത് നോട്ടിഫിക്കേഷൻ എടുത്ത് നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ആ ഒരു അലേർട്ട്സ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾ ജസ്റ്റ് എമർജൻസി അലേർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണുന്നതായിരിക്കും. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോക്കൽ അവയർനെസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് ടോഗിൾ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ആ ഒരു അലേർട്ട് പുറത്ത് വരുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ യു എയിലാണ്. എനിക്ക് ഈ ഒരു അലേർട്ടിൻ്റെ ആ ഒരു ഓപ്ഷൻ എനിക്ക് ഇവിടെ കാണിക്കുന്നില്ല. അപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് കിട്ടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഏത് സ്ഥലമാണെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ഫീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് വാൾപേപ്പർ സെക്ഷനിലാണ്. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്ന് വാൾപേപ്പർ സെലക്ട് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എൻ്റെ കറണ്ട് വാൾപേപ്പർ അതിൻ്റെ സെറ്റിംഗ്സ് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഞാൻ ജസ്റ്റ് പുതിയൊരു വാൾപേപ്പർ ആഡ് ചെയ്യാൻ പോകുന്നു. ആഡ് ന്യൂ വാൾപേപ്പർ കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ വാൾപേപ്പേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണിക്കുന്നത്. നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കളക്ഷൻസിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലൈവ് വാൾപേപ്പർ ഇപ്പോൾ ആപ്പിൾ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ലൈവ് വാൾപേപ്പർ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ആവുന്ന കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് കുറച്ചധികം കളേഴ്സും ലഭിക്കുന്നുണ്ട്. ഇവിടെ കണ്ടും ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, ഓറഞ്ച്, റെഡ്, പേർപ്പിൾ, ബ്ലൂ, വാം സിൽവർ, കൂൾ സിൽവർ. അപ്പോൾ ഇത്രയും കളേഴ്സ് നമുക്ക് ഈ ഒരു ലൈവ് വാൾപേപ്പറിൽ നമുക്കിപ്പോൾ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ തരത്തിലൊരു വാൾപേപ്പറാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. അടുത്തതൊരു ഫീച്ചറല്ല, നമുക്കൊരു ആപ്പ് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു 17 ആ ഒരു ആദ്യം റിലീസ് ചെയ്ത സമയത്ത് തന്നെ ആപ്പിൾ പറഞ്ഞായിരുന്നു ജേണൽ എന്ന് പറഞ്ഞൊരു ആപ്പ് അവർ റിലീസ് ചെയ്യുമെന്ന്. ആ ഒരു ആപ്പ് ഇപ്പോൾ കറൻറ്റ്ലി ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ആപ്പിൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ ആപ്പിൻ്റെ പേര് ജേണൽ എന്നാണ്. ഇവിടെ കണ്ട് ഇതാണ് നമ്മുടെ ഒരു ഐക്കൺ എന്ന് പറയുന്നത്. അപ്പോൾ അത് സെലക്ട് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും ഇവിടെ കാണിക്കുന്നത്. ഇവിടെ കണ്ടും വെൽക്കം ടു ജേണൽ എന്ന് പറഞ്ഞൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. കാരണം ഇതിനകത്ത് നമുക്ക് കുറച്ചധികം കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഫീച്ചേഴ്സ് മാത്രം ഉൾപ്പെടുത്തിയുള്ള വീഡിയോ ഉണ്ട്. ഞാൻ പെട്ടെന്ന് അത് പറഞ്ഞു പോവുകയാണ്. ഇവിടെ കണ്ടും വെൽക്കം ടു ജേണൽ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് അബൌട്ട് യുവർ ഡേ ആൻഡ് യുവർ ഫോട്ടോസ്, പ്ലേസസ് ആൻഡ് മോർ. ലോക്ക് യുവർ ജേണൽ ടു കീപ്പ് ഇറ്റ് പ്രൈവറ്റ്. ഷെഡ്യൂൾ ടൈം ടു റൈറ്റിംഗ് ആൻഡ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. അതായത് നമ്മൾ ഡെയിലി ഡയറി എഴുതുന്ന കണക്ക് തന്നെ നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്കിതിനകത്ത് എൻ്റർ ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നീട് നമുക്ക്
പഴയ ഓർമ്മകളൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ എന്താണ് ചെയ്തിരുന്നതെന്ന് നമുക്ക് ഇതിനകത്ത് അറിയാൻ പറ്റുന്നതാണ്. ബേസിക്കലി അതാണ് ഈ ഒരു ജേണൽ എന്ന് പറഞ്ഞ ഒരു ആപ്പിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ കറണ്ട് ഇതിനകത്തൊന്നും അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്തായാലും ഇതിൻ്റെ ഒരു ഇൻഡെപ്ത് വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ജേണൽ ആപ്പ് കുറച്ചുകൂടെ കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സെറ്റിംഗ്സിൽ ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അതായത് സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ആപ്സിൻ്റെ സെക്ഷനിൽ ജേണൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. ആ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ കുറച്ചധികം ഓപ്ഷൻസ് കൂടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ കണ്ടിട്ട് നമുക്ക് ഫോൺ തന്നെ നമുക്കൊരു സജഷൻസ് തരാൻ വേണ്ടി നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. അതായത് നമുക്ക് ജേണലിംഗ് സജഷൻസ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ നോട്ടിഫിക്കേഷനിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു പ്ലേസിൽ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു സ്ഥലത്ത് ഒരു എൻട്രി നിങ്ങളുടെ ജേണലിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഫോൺ തന്നെ നമുക്കൊരു ഓപ്ഷൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഓൺ ആക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്കത് ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ നമുക്കിവിടെ ജേണൽ ആപ്പ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ വേണ്ടി ഒരു ഓപ്ഷൻ കൂടെ നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ഫോണിൻ്റെ പാസ്വേഡൊക്കെ എൻ്റർ ചെയ്തിട്ട് നമുക്ക് ഫേസ് ഐഡിയോ അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു ജേണൽ ആപ്പ് നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ കണ്ടും ജേണലിംഗ് ഷെഡ്യൂളുണ്ട്. നമുക്ക് ഒരു ടൈം ഫ്രെയിമിൽ തന്നെ നമുക്ക് ഈ ഒരു ജേണലിംഗ് നടത്താൻ വേണ്ടി നമുക്കൊരു ഷെഡ്യൂൾ കൂടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് കണ്ടു നമ്മൾ ഈ ഒരു ജേണൽ ആപ്പ് യൂസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന ഫോട്ടോസൊക്കെ നമ്മുടെ ആൽബത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്കിവിടെ സേവ് ടു ഫോട്ടോസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ ഉണ്ട്. അത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ജേണൽ ആപ്പ് യൂസ് ചെയ്ത് എടുക്കുന്ന ഫോട്ടോസ് എല്ലാം നിങ്ങളുടെ ഫോട്ടോസ് ആൽബത്തിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിട്ടൊരു ആപ്പാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഞാൻ എൻ്റെ ഇൻഡെപ്ത് വീഡിയോ എന്തായാലും ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പം iPhone 15 സീരീസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ആക്ഷൻ ബട്ടൺ ഉള്ള ഫോൺസിൽ നമുക്കിപ്പം പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിട്ടും ട്രാൻസ്ലേറ്റ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കറൻറ്റ്ലി വന്നിട്ടുണ്ട്. ബാക്കിയെല്ലാം നമുക്ക് പഴയ ഓപ്ഷൻസ് തന്നെയാണ് ഉള്ളത്. നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നത് ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷനാണ്. ഇപ്പോൾ ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഇപ്പോൾ വർക്ക് ആകുമ്പോൾ തന്നെ നമുക്ക് പുതിയൊരു ആനിമേഷൻ കൂടി നമുക്ക് ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ കാണുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഒരു ആക്ഷൻ ബട്ടൺ ഞാൻ പ്രസ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ കണ്ട് നമുക്കൊരു പ്രത്യേകതര ആനിമേഷൻ നമുക്കിവിടെ കാണുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഏത് ലാംഗ്വേജിലായിട്ടാണോ ഇത് ട്രാൻസ്ലേറ്റ് ആവുന്നത് അതിൻ്റെ ഒരു ആനിമേഷനാണ് അവിടെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് ഓൺ ഡിവൈസിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈനിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൺ ഡിവൈസിൽ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ ഒരു ലാംഗ്വേജസ് എല്ലാം നിങ്ങൾ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്ത് വെക്കണം. അപ്പോൾ ആ ഒരു ലാംഗ്വേജ് നിങ്ങളുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ സെറ്റിംഗ്സിൽ പോകുക. സെറ്റിംഗ്സിൽ പോയിട്ട് ട്രാൻസ്ലേറ്റ് എന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് സെക്ഷനിൽ ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. ഇവിടെ വന്നാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വന്നിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ലാംഗ്വേജസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ലാംഗ്വേജസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണുന്നതായിരിക്കും. പക്ഷേ നമുക്ക് കറൻറ്റ്ലി മലയാളം ഇതിനകത്ത് വരുന്നില്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഉണ്ട്, അറബിക് ഉണ്ട്. ഞാൻ ഇപ്പോൾ UAE ലാണ്, എനിക്ക് അറബിക്ക് ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ നിങ്ങൾക്ക് ഇപ്പം ഓൺ ഡിവൈസിൽ തന്നെ ചെയ്യണം. നിങ്ങൾക്ക് നെറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണിട്ടും ഓൺ ഡിവൈസ് മോഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെക്കുക. പക്ഷേ ഈ തരത്തിൽ നമ്മൾ ഈ ഒരു ഓൺ ഡിവൈസ് മോഡ് നമുക്ക് സിറിയിലും സഫാരിയിലും നമുക്ക് ലഭ്യമല്ല. കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള ആ ഒരു റിപ്ലൈ നമുക്ക് ലഭിക്കത്തില്ല. കാരണം ഇത് സഫാരിയും സിറിയും നമുക്ക് മെയിനായിട്ടും ഓൺലൈനിൽ വർക്ക് ആവത്തുള്ളൂ. സോ നിങ്ങൾ അല്ലാത്ത എല്ലാ കാര്യങ്ങൾക്ക് നിങ്ങൾ തന്നെ ഡയറക്റ്റ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ വഴി നിങ്ങൾക്ക് വലിയ ആക്യുറേറ്റ് ആയിരിക്കും, എന്നാലും നിങ്ങൾക്ക് ഒരു ഏകദേശം കറക്റ്റായിട്ടുള്ളൊരു റിപ്ലൈ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ലേറ്റ് ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പോൾ ഫോക്കസ് മോഡിൽ നമുക്ക് പുതിയൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. അതെടുക്കാനായിട്ട് ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്ന് ഫോക്കസ് മോഡ് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ഏത് ഫോക്കസിലാണോ നിങ്ങൾക്ക് ഇത് വേണ്ടുന്നത് അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ഞാൻ ഇപ്പം യൂട്യൂബാണ് സെലക്ട് ചെയ്യുന്നത്. യൂട്യൂബ് സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്ന് നിങ്ങൾക്ക് ഇവിടെ ആഡ് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ആഡ് ഫിൽറ്റർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ട് മ്യൂസിക് എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഇപ്പം നോർമലി ഇപ്പം സ്ലീപ്പ് ഫോക്കസ് ഒക്കെയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ വൈറ്റ് നോയ്സ് ഒക്കെ കേട്ട് നമ്മൾ ഉറങ്ങുന്നതായിരിക്കും. അതായത് ഇപ്പോൾ മഴയുടെ സൗണ്ടൊക്കെ കേട്ട് നമ്മൾ ഉറങ്ങുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു മഴയുടെ സൗണ്ടൊക്കെ കേട്ട് എങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് ഉറങ്ങാൻ പറ്റുന്നതൊക്കെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ ചാനൽ നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതായിരിക്കും. അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ നമ്മൾ രാത്രി ഉറങ്ങുന്ന സമയത്ത് ഇപ്പോൾ സ്ലീപ്പ് ഫോക്കസ് ആണ് നിങ്ങൾ ഇട്ടിരിക്കുന്നത്. സ്ലീപ്പ് ഫോക്കസ് ഇട്ടിട്ട് നിങ്ങൾ ഈ ഒരു മ്യൂസിക്കിനകത്ത് വന്നിട്ട് നിങ്ങൾ ഈ ഒരു ടോഗിൾ നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ മ്യൂസിക്കിൽ നിങ്ങൾ ഫേവറേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സോങ്സ് ഒക്കെ അതിനകത്ത് കയറി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് ആ ഒരു വൈറ്റ് നോയ്സ് മാത്രം കേട്ട് നിങ്ങൾക്ക് ഉറങ്ങണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് യൂസ് ലിസണിങ് ഹിസ്റ്ററി നിങ്ങൾ ഓഫ് ചെയ്ത് വെക്കുക. ഓഫ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ആപ്പിളിൻ്റെ ആ ഒരു മ്യൂസിക് സജഷൻസ് നിങ്ങൾക്ക് അതിനകത്ത് വരത്തില്ല. വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു വൈറ്റ് നോയ്സ് ബ്രേക്ക് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സജസ്റ്റഡ് സോങ്സ് ഒക്കെ അതിനിടയ്ക്ക് കയറി വരുന്നതായിരിക്കും. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാനായിട്ട് ഈ ഒരു ലിസണിങ് ഹിസ്റ്ററി ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ആ ഒരു വൈറ്റ് നോയ്സ് മാത്രമാണ് കേൾക്കുന്നതെങ്കിൽ അത് മാത്രം കേട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുന്നതായിരിക്കും. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി മുതൽ ഫോക്കസ് മോഡ് എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഓപ്ഷൻ കൂടെ നിങ്ങൾ ഇനേബിളോ ഡിസേബിളോ ചെയ്യാൻ മറക്കരുത്. അടുത്ത ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ആപ്പിൾ വിഷൻ പ്രോ ഹെഡ്സെറ്റിന് വേണ്ടി ഒരു ഓപ്ഷൻ നമുക്കിപ്പം പുതിയതായിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഇവിടെ ലഭിച്ചിട്ടുണ്ട്. അതെടുക്കാനായിട്ട് ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക, താഴേക്ക് വന്ന് ജനറൽ സെലക്ട് ചെയ്ത് ഇവിടെ എയർ പ്ലേ ആൻഡ് ഹാൻഡ് ഓഫ് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് താഴെ നോക്കിക്കഴിഞ്ഞാൽ എയർ പ്ലേ റിസീവർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നമുക്കിവിടെ വന്നിട്ടുണ്ട്. സ്ട്രീം ഓർ ഷെയർ കണ്ടന്റ് ഫ്രം ആപ്പിൾ വിഷൻ പ്രോ ടു യുവർ ഐഫോൺ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് ഓൺ ആക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു എയർ പ്ലേ എങ്ങനെ ചെയ്യാൻ പറ്റുന്നത് കാണിക്കുന്നതായിരിക്കും. ഇവിടെ കണ്ടും എലോ എയർ പ്ലേ ഫോർ എവരി വൺ എന്നൊക്കെ നമുക്കിവിടെ കാണിക്കുന്നത്. അതായത് നമ്മളിപ്പം എയർ ഡ്രോപ്പ് ചെയ്യുന്നതിൻ്റെ ഒക്കെ ആ ഒരു അതേ ഓപ്ഷൻസ് തന്നെയാണ് നമുക്ക് ഇതിനകത്ത് വന്നിട്ടുള്ളത്. താഴേക്ക് വന്ന് നമുക്കിവിടെ കണ്ടും റിക്വയർ പാസ്വേഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. എനി വൺ ക്യാൻ സീ
ആൻഡ് എയർ പ്ലേ ടു ദിസ് ഡിവൈസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ആരെങ്കിലും നിങ്ങളുടെ ഫോണിലേക്ക് സ്ട്രീം ചെയ്തിരിക്കാൻ വേണ്ടി ഈ ഒരു പാസ്വേഡ് ഓപ്ഷൻ നിങ്ങൾ ഇനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു എയർ പ്ലേ പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഹെഡ്സെറ്റിൽ നിങ്ങളുടെ ഫോണിലേക്ക് കണ്ടന്റ് ഒന്നും സ്ട്രീം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ആരാണോ അപ്രൂവ് ചെയ്തിട്ടുള്ള ആ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ട് മാത്രമേ നമുക്ക് ആ ഒരു എയർ പ്ലേ നമ്മുടെ ഫോണിലേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ തരത്തിൽ നമുക്ക് പുതിയൊരു ഫീച്ചർ കൂടി നമ്മുടെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അതായത് ആപ്പിൾ വിഷൻ പ്രോ ഹെഡ്സെറ്റ് ഉടനെ തന്നെ നമുക്ക് എത്തുന്നതായിരിക്കും. അതിൻ്റെ ഒരു സൂചനയാണ് നമുക്ക് ഈ ഒരു സെറ്റിങ്സിലൂടെ അറിയാൻ പറ്റുന്നത്. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് 1-2 പുതിയ വിഡ്ജറ്റ്സ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടെ ലഭിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നിട്ട് എഡിറ്റ് മോഡിൽ പോവുക, പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുക. നമുക്ക് വന്നിരിക്കുന്ന ആദ്യം തന്നെ നമുക്ക് വന്നിരിക്കുന്നത് വെതറിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് വെതർ സെലക്ട് ചെയ്യാം. വെതർ സെലക്ട് ചെയ്ത് നമ്മൾ ഇപ്പോൾ റൈറ്റിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും പുതിയൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ പറ്റും. ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കുന്നതായിരിക്കും. അടുത്ത നമുക്ക് ഡെയിലി ഫോർകാസ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ആഴ്ചയ്ക്കുള്ള ഒരു ഫോർകാസ്റ്റ് നമുക്കിവിടെ കാണുന്നതായിരിക്കും. ഒന്നുകൂടെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണിക്കും സൺറൈസ് ആൻഡ് സൺസെറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്കിവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സൺറൈസ് കാണിച്ചിരിക്കുന്ന നമുക്ക് 7:22 നമുക്ക് ഇനി സൺസെറ്റ് വരുന്നത് 6:23 നമുക്ക് സൺസെറ്റ് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് വെതറിൽ വന്നിരിക്കുന്ന പുതിയ 3 വിഡ്ജറ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് വന്നിരിക്കുന്നത് ക്ലോക്കിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ജസ്റ്റ് ക്ലോക്ക് ഒന്ന് സെലക്ട് ചെയ്യാം. ക്ലോക്ക് സെലക്ട് ചെയ്യുന്നുണ്ട്. ക്ലോക്കിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പുതിയൊരു ഡിജിറ്റൽ ക്ലോക്ക് നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്ലോക്ക് വളരെ സൂപ്പറാണ് കാണാനായിട്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും സെക്കൻഡ്സ് നമുക്ക് ഈ ഒരു രീതിയിൽ ചെറിയ ലൈൻസ് ആയിട്ട് നമുക്കിവിടെ അപ്ഡേറ്റ് ആയി പോകുന്നത് കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ആ സെക്കൻഡ്സ് നമുക്കിതിനകത്ത് കറക്റ്റായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അത്യാവശ്യം വളരെ നല്ലൊരു ലുക്ക് തന്നെ തരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം ഫോണിലേക്ക്. അപ്പോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലൊരു ക്ലോക്ക് ആയിരിക്കും നമ്മുടെ ഫോണിൽ ലഭിക്കുന്നത്. അത്യാവശ്യം വളരെ നല്ല ലുക്ക് തന്നെ നമുക്ക് തരുന്നുണ്ട്. ആ ഒരു സെക്കൻഡ്സ് നമുക്ക് ഈ തരത്തിൽ സറൗണ്ടിങ്ങിൽ വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ തരത്തിലൊരു ക്ലോക്ക് വിഡ്ജറ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് കോൺടാക്ട് പോസ്റ്റേഴ്സിലാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മളിപ്പം ജസ്റ്റ് ഫോൺ ആപ്പ് എടുക്കുക. ഫോൺ ആപ്പ് എടുത്തിട്ട് നിങ്ങളുടെ കോൺടാക്ട് പോസ്റ്റർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺടാക്ട് പോസ്റ്റർ ഇവിടെ കാണിക്കുന്നിരിക്കുന്നത്. അത് നിങ്ങൾ കോൺടാക്ട് ഫോട്ടോ ആൻഡ് പോസ്റ്റർ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് എഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമൈസിൽ പോയിട്ട് പോസ്റ്റർ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പേര് കൊടുത്തിരിക്കുന്ന ഈ ഒരു ഫോണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കളർ വൈറ്റ് ആണ്. ഇപ്പോൾ നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക് ഓൾറെഡി അറിയാം. ജസ്റ്റ് ഞാനത് എഡിറ്റ് വന്നിട്ട് ഇവിടെ കളേഴ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല രീതിയിലുള്ള കളേഴ്സ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് പുതിയൊരു ഓപ്ഷൻ വന്നതെന്ന് പറയുന്നത് ലെഫ്റ്റിലേക്ക് വന്നത് നമുക്കിവിടെ റെയിൻബോ എന്ന് പറഞ്ഞ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു റെയിൻബോ എഫക്റ്റിൽ നമുക്കിവിടെ കളർ ചേഞ്ച് ആയത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ കോൺടാക്ട് പോസ്റ്റേഴ്സ് എങ്ങനെ നമുക്ക് വളരെ അടിപൊളിയായിട്ട് തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിനൊക്കെ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ നോട്ടിഫിക്കേഷൻ ഇനേബിൾ ചെയ്ത് വയ്ക്കുക. അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പം സിറി യൂസ് ചെയ്ത് നമ്മുടെ ഹെൽത്ത് ആപ്പിലുള്ള ഡേറ്റാസ് നമുക്ക് ലോഗ് ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് കഴിഞ്ഞ ഡേറ്റാസ് നമുക്ക് സിറിയുടെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ സിറി നമുക്ക് അതിൻ്റെ റിസൾട്ട് തരുന്നതായിരിക്കും. ഹെൽത്ത് ഡേറ്റാസ് മാത്രമല്ല വേറെയും കുറേ ഓപ്ഷൻസ് നമുക്ക് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം ജസ്റ്റ് 1-2 ഓപ്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ എല്ലാവരും ഇപ്പം കറൻറ്റ്ലി യൂട്യൂബിൽ കാണിക്കുന്ന ഒരു ഓപ്ഷനാണ് നമ്മുടെ ഓൾട്ടിറ്റ്യൂഡ് ചോദിക്കുന്നത്. അപ്പം ഞാൻ ജസ്റ്റ് എൻ്റെ ഓൾട്ടിറ്റ്യൂഡ് ഒന്ന് ചോദിച്ചു നോക്കാം. വാട്ട്സ് മൈ ഓൾട്ടിറ്റ്യൂഡ്? കണ്ടില്ലേ, യു ആർ അബൌട്ട് 8 meters ഫ്രം സീ ലെവൽ എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇതാണ് കാരണം നമുക്ക് വേറെയും കുറേ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുന്നതാണ്. വാട്ട് വാസ് മൈ ഹാർട്ട് റേറ്റ് യെസ്റ്റർഡേ? അപ്പോൾ എൻ്റെ ഹാർട്ട് റേറ്റ് ഇതാണ് നമ്മൾ കാണിക്കുന്നത്. ലോഗ് മൈ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ ആസ് 97. അപ്പോൾ കണ്ട് നമ്മുടെ ബ്ലഡ് ഷുഗർ ആ ഒരു ഗ്ലൂക്കോസ് ലെവൽ നമുക്കിപ്പോൾ ഈ സിറി യൂസ് ചെയ്ത് തന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് ആപ്പിലേക്ക് നമ്മൾ ലോഗ് ചെയ്തിട്ടുണ്ട്. ഈ തരത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ഹെൽത്ത് ആപ്പിലൊക്കെ നമുക്ക് സിറി യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതൊക്കെ നമുക്ക് പുതിയതായിട്ട് വന്നിരിക്കുന്ന കുറച്ച് ഫീച്ചേഴ്സാണ്. അപ്പോൾ ഇതൊക്കെ എത്ര പേര് യൂസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നാലും ഒരു ഓപ്ഷൻ വന്നുകൊണ്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചതേ ഉള്ളൂ. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം iPhone 15 സീരീസ് എല്ലാം നമുക്ക് ചീപ്പ് 2 വയർലെസ് ചാർജിങ് സപ്പോർട്ടിംഗ് ഉള്ള ഫോൺസാണ്. എന്നാൽ നമുക്ക് ഈ ഒരു പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടെ നമുക്ക് iPhone 13ഉം 14ഉം നമുക്കിപ്പോൾ ഇനി മുതൽ ചീപ്പ് 2 വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫീച്ചർ ഇപ്പോൾ ആപ്പിൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് പഴയ ഫോൺസിലൊന്നും ആപ്പിൾ ഇതുവരെ ചെയ്യാത്തൊരു കാര്യമാണിത്. ചീപ്പ് 2 വയർലെസ് ചാർജിങ്ങിൻ്റെ ആ ഒരു ഓപ്ഷൻ അവരിപ്പം അവരുടെ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റോടെ ഐഫോൺസിൽ ആപ്പിൾ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അതായത് 13ഉം 14ഉം മുമ്പ് ഈ ഒരു ചീപ്പ് 2 വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്തില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ ലോക്ക് വന്നതോടുകൂടി ആ ഒരു ചീപ്പ് 2 വയർലെസ് ചാർജിങ് ആപ്പിൾ ഈ ഒരു 13ലും 14ലും പുതിയതായിട്ട് തന്നെ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി മുതൽ ചീപ്പ് 2 വയർലെസ് ചാർജിങ് നിങ്ങളുടെ 13ലും 14ലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. 15 വാട്ടിൻ്റെ ചാർജിങ് സ്പീഡ് നമുക്ക് ആ ഒരു ചീപ്പ് 2 വയർലെസ് ചാർജിങ് യൂസ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫോൺസിൽ ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്ത ഫീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജസ് ആപ്പിലാണ്. അപ്പോൾ ഞാൻ മെസ്സേജസ് ആപ്പ് സെലക്ട് ചെയ്യുന്നുണ്ട്. മെസ്സേജസ് ആപ്പ് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഈ ഒരു മെസ്സേജ് നമുക്ക് റിയാക്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ സ്റ്റിക്കേഴ്സ് വെച്ച് നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാൻ പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രസൻറ്റ് ഹോൾഡ് ചെയ്ത് ഇവിടെ കണ്ടും ആഡ് സ്റ്റിക്കർ എന്നൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. ആഡ് സ്റ്റിക്കർ കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റിക്കേഴ്സ് വെച്ച് നമുക്ക് ആ ഒരു മെസ്സേജിൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ നമുക്ക് 1-2 പുതിയ മീമോജീസും വന്നിട്ടുണ്ട്. അതേപോലെ പ്ലസ് ഐക്കൺ പ്രസ് ചെയ്യുന്നുണ്ട്. താഴേക്ക് വന്ന് മീമോജി സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം മീമോജിയിൽ വന്നു കഴിഞ്ഞാൽ നിൽക്കുമ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഇപ്പോൾ ഞാൻ ഇവിടെ വന്നിട്ട് ഈ ഒരു 3 ഡോട്ട് പ്രസ് ചെയ്യുന്നുണ്ട്.
3 ഡോട്ട് പ്രസ് ചെയ്ത് എഡിറ്റ് കൊടുക്കുകയാണ്. എഡിറ്റ് കൊടുത്ത് നമ്മൾ ബോഡിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് പുതിയ 1-2 ബോഡി ഷേപ്സ് നമുക്ക് ഈ ഒരു മീമോജിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു വിഷൻ പ്രോ ഹെഡ്സെറ്റൊക്കെ ഇറങ്ങുന്നതോടുകൂടി നമുക്ക് ഈ ഒരു കുറച്ചും കൂടി ഡീറ്റെയിൽസ് നമുക്ക് ഈ ഒരു മീമോജീസിലൊക്കെ വരാൻ വേണ്ടിയാണ് നമുക്കിപ്പോൾ ഈ ഒരു പുതിയ ഓപ്ഷൻസ് വന്നിരിക്കുന്നത്. അവിടെ വേസ്റ്റ് വന്നിട്ടുണ്ട്, ചെസ്റ്റ് വന്നിട്ടുണ്ട്, ഷോൾഡേഴ്സ് വന്നിട്ടുണ്ട്, ആംസും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കുറച്ചും കൂടെ നമുക്ക് ബെറ്റർ ആയിട്ട് നിങ്ങളുടെ ഈ ഒരു മീമോജീസ് നിങ്ങൾക്ക് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വിഷൻ പ്രോ ഹെഡ്സെറ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് അതിനകത്തൂടെ നോക്കുമ്പോൾ കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു വ്യൂ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് പുതിയതായിട്ട് ലഭിച്ചൊരു ഫീച്ചറാണ് കോൺടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ. അതായത് നമ്മൾ ജസ്റ്റ് സെറ്റിംഗ്സ് എടുക്കുക, നിങ്ങളുടെ ആപ്പിൾ ID സെലക്ട് ചെയ്യുക, എന്നിട്ട് നേരെ താഴേക്ക് വന്നതിന് നിങ്ങൾക്ക് ഇവിടെ കണ്ടിട്ടും നിങ്ങൾക്ക് കോൺടാക്ട് കീ വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നതായിരിക്കും. ഇവിടെ കാട്ടും വെരിഫിക്കേഷൻ ഇൻ iMessages എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു ഓപ്ഷൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ചാറ്റ് ചെയ്യുന്ന ആൾ നമ്മളെ കോൺടാക്റ്റുള്ള ആൾ തന്നെയാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ നമ്മുടെ ഈ ഒരു കോൺടാക്റ്റിൽ വന്നിട്ട് നമുക്ക് ചാറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ ഇനേബിൾഡ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഒരു ടോഗിൾ ഒന്ന് ഓണാക്കി കൊടുക്കുക. ഓണാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു സെറ്റപ്പ് സ്ക്രീൻ വരുന്നതായിരിക്കും. ഇവിടെ കണ്ടും കോൺടാക്ട് കീ വെരിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു കോൺടാക്റ്റ് ഉള്ള ആൾ തന്നെയാണോ നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്റ്റ് വന്നിട്ട് നിങ്ങളോട് ചാറ്റ് ചെയ്യുന്നത് എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയാണ് ഈ ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇനേബിൾ ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത സ്ക്രീനിലേക്ക് വരുന്നതായിരിക്കും. ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഏതൊക്കെ ഡിവൈസ് നമ്മുടെ ഈ ആപ്പിൾ IDയിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട് അതെല്ലാം നമുക്കിവിടെ കാണിക്കുന്നതായിരിക്കും. ഈ ഡിവൈസസ് എല്ലാം നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലേക്ക് നമ്മൾ അപ്ഡേറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു കോൺടാക്ട് കീ വെരിഫിക്കേഷൻ നമുക്ക് ഇനേബിൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏതൊക്കെ ഡിവൈസ് നിങ്ങളുടെ ആപ്പിൾ IDയിലേക്ക് ലോഗിൻ ആയിട്ടുണ്ട് അതെല്ലാം നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ലോഗൗട്ട് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു വെരിഫിക്കേഷൻ കീ നിങ്ങളുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി സെക്യൂർ ആയിട്ടൊരു മെസ്സേജിങ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടുന്നെങ്കിൽ ഈ ഒരു കോൺടാക്ട് കീ വെരിഫിക്കേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇനേബിൾ ചെയ്ത് വെക്കുക. അടുത്തൊരു ഫീച്ചർ വന്നിട്ട് നമുക്ക് സെറ്റിംഗ്സിലാണ്. ഇപ്പോൾ നിങ്ങളുടെ ഫോണിൻ്റെ കവറേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സെപ്പറേറ്റ് ഒരു സെക്ഷൻ തന്നെ ഇപ്പം ആപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ട്. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്ന് ജനറൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കണ്ടിട്ടും ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന് പറഞ്ഞ് പുതിയൊരു ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലുള്ള ഏതൊക്കെ ഡിവൈസ് ആണോ അതിൻ്റെ എല്ലാം വാറണ്ടിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് നിങ്ങളുടെ ഈ ഒരു ഡിവൈസുകളുടെ കവറേജും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ മുമ്പ് ഇത് ആപ്പിൾ കവറേജ് എന്നായിരുന്നു കാണിച്ചത്. ഇപ്പോൾ നമുക്കിപ്പം ആപ്പിൾ കെയർ ആൻഡ് വാറണ്ടി എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് സെക്ഷൻ തന്നെ നമുക്കിപ്പോൾ വന്നിട്ടുണ്ട്. അടുത്ത ഫീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് സഫാരിയിലാണ്. ഇപ്പോൾ നമ്മുടെ ബ്രൗസിംഗ് ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനായിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു ഓപ്ഷൻ നമുക്കിപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അതേതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുക്കുക, നേരെ താഴേക്ക് വന്നിട്ട് സഫാരി സെലക്ട് ചെയ്യുക. സഫാരി സെലക്ട് ചെയ്ത് നേരെ താഴേക്ക് വന്നാൽ നിങ്ങൾക്ക് ഇവിടെ കാണിട്ടും ക്ലിയർ ഹിസ്റ്ററി ആൻഡ് വെബ്സൈറ്റ് ഡാറ്റ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഇവിടെ പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ കാണിട്ടും ക്ലിയർ ടൈം ഫ്രെയിം എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അതായത് ലാസ്റ്റ് അവർ ഉണ്ട്, ടുഡേ ഉണ്ട്, ടുഡേ നെക്സ്റ്റ് ഡേ ഉണ്ട്, ഓൾ ഹിസ്റ്ററി ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഏത് സമയത്തുള്ള ഹിസ്റ്ററിയാണ് നമുക്ക് ക്ലിയർ ചെയ്യേണ്ടത് അത് മാത്രമായിട്ട് നമുക്ക് ഇവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇപ്പം ജസ്റ്റ് ഇന്നത്തെ എനിക്ക് ഇന്നത്തെയും മാത്രം മതിയെങ്കിൽ നമുക്ക് ഇത് മാത്രം സെലക്ട് ചെയ്തിട്ട് നമ്മൾ ക്ലിയർ കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഹിസ്റ്ററി മാത്രമേ ക്ലിയർ ആവത്തുള്ളൂ. നമ്മുടെ ഫുൾ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹിസ്റ്ററി നമുക്ക് ക്ലിയർ ആവത്തില്ല. അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് അവറിൽ മാത്രം മതിയെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ഹിസ്റ്ററി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡേറ്റാസ് മാത്രമായിട്ട് അവിടെ ക്ലിയർ ആവുന്നത് ആയിരിക്കും. അപ്പോൾ അത് വളരെ നല്ലൊരു ഓപ്ഷനാണ്. നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഹിസ്റ്ററി പോകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ സെലക്ട് ചെയ്ത് മാത്രം നിങ്ങൾക്ക് ഹിസ്റ്ററി ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത ഫീച്ചർ വന്നിരിക്കുന്നത് നമുക്ക് ബുക്സ് ആപ്പിലാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ബുക്സ് ആപ്പ് ഒന്ന് സെലക്ട് ചെയ്യാം. ഇതാണ് എൻ്റെ ബുക്സ് ആപ്പ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഞാൻ ഇപ്പം കറൻറ്റ്ലി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബുക്കാണിത്. അപ്പോൾ ഈ ഒരു ബുക്സ് ആപ്പിൽ വന്നിരിക്കുന്ന പുതിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്കിപ്പം ടേണിംഗ് ആനിമേഷൻ നമുക്ക് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ കറൻറ്റ്ലി യൂസ് ചെയ്യുന്ന ടേണിംഗ് ആനിമേഷൻ എന്ന് പറയുന്നത് ഈ തരത്തിൽ ഒരു പേജ് സ്ക്രോളിംഗ് എഫക്റ്റാണ് ഞാൻ ഇപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് അതിന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ഫാസ്റ്റ് ഫീഡ് ഓപ്ഷനും കൂടെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐക്കൺ കിട്ടുന്നതായിരിക്കും. ആ ഐക്കൺ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ തീംസ് ആൻഡ് സെറ്റിംഗ്സ് എന്ന ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. അത് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പേജ് ടേൺ ആനിമേഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കണ്ടും കുറച്ചധികം ഓപ്ഷൻസ് കിട്ടുന്നതായിരിക്കും. സ്ലൈഡ് ഉണ്ട്, കേൾ ഉണ്ട്, ഫാസ്റ്റ് ഫീഡ് ഉണ്ട്, സ്ക്രോൾ ഉണ്ട്. ഫാസ്റ്റ് ഫീഡ് ആണ് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന ആ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പം ജസ്റ്റ് എൻ്റെ പേജ് ഒന്ന് ടേൺ ചെയ്ത് കാണിച്ചു തരാം. പെട്ടെന്നായിട്ട് തന്നെ ഫെയ്ഡായിട്ട് അത് പേജ് ടേൺ ആവുന്ന നമുക്ക് കാണാൻ പറ്റും. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത് നമ്മുടെ ആ ഒരു കേളിങ് എഫക്റ്റാണ്. അതായത് നമുക്കൊരു കറക്റ്റായിട്ട് പേജ് മറിക്കുന്ന കണക്കാണ് നമുക്ക് ഈ ഒരു പേജസ് നമുക്ക് മറിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ലാസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഐഫോൺസ് ഇപ്പോൾ നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ഒരു പഴയ വേർഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുക. നമ്മൾ വാങ്ങിയതിന് ശേഷം നമ്മൾ നോർമലി അപ്ഡേറ്റ് ആണ് ചെയ്യാറ്. എന്നാൽ നമുക്കിപ്പം പൊട്ടിക്കാത്ത ഐഫോൺസ് നമുക്ക് സ്റ്റോറിൽ വെച്ച് തന്നെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് റിലീസ് ആവുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബോക്സ് പീസിലുള്ള ഡിവൈസ് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് ആ സ്റ്റോറിലുള്ള ആൾക്കാർക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോൺ പൊട്ടിച്ചെടുക്കുന്ന സമയത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആയിരിക്കും നിങ്ങളുടെ ആ ഫോണിൽ ഉണ്ടായിരിക്കുക. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ആപ്പിൾ റിലീസ് ചെയ്തൊരു ഫീച്ചറാണ്. ഇപ്പോൾ ഇത് വേറെ ഫോൺസിലുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും ആപ്പിളാണ് ഈ തരത്തിലൊരു പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഐഫോണിൽ അറിഞ്ഞിരിക്കേണ്ട കുറേയധികം ടിപ്സും ട്രിക്സും ഒക്കെ ഞാൻ കുറേ വീഡിയോസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 10 പാർട്ട് വീഡിയോസ് നമ്മൾ ഈ ചാനലിൽ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പം വീഡിയോ പരമായിട്ട് ലൈക്ക് ചെയ്യുക, ഒപ്പം കൂട്ടാലി ജസ്റ്റ് ഒന്ന് ഷെയർ കൊണ്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. സീ യു.